ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് MS ബ്ലോഗ്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഇത്. ഇവിടെ ഇനി പേരില്ല, ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. ഇത് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മുന്നിലേക്ക് വരുമ്പോൾ തന്നെ KSRTC സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലെ മാളിലാണ് ഇത് വരുന്നത്. ആളിന് 250 റുപ്യ ഉള്ളൂ 12 മണിക്കൂറിന്. ഡോർമെട്രിക്കാണ്. റൂമിന് എത്രയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഡോർമെട്രിക്ക് AC ആണ്. പുതപ്പൊക്കെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ AC തണുത്ത് വിറച്ചു. ഞാൻ ഇന്നലെ പുതപ്പൊന്നും ഇല്ലായിട്ട് വിറക്കിയായിരുന്നു. അപ്പോൾ 12 മണിക്കൂറുണ്ട്. നമ്മൾ പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ച് നമ്മൾ നേരെ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 1.5 കിലോമീറ്റർ ഇവിടുന്ന് നേരെ നടന്നു പോയാലും നമുക്ക് അടുത്ത്. അപ്പോൾ നമ്മൾ മാപ്പ് ഇടുക, നടക്കുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് നടന്നുകൊണ്ടുള്ള ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 1 കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ. നമുക്ക് സുഖമായിട്ട് നടക്കാം. ഓട്ടോയിലൊക്കെ പോകണമെങ്കിൽ നല്ല പൈസ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ്. ഇവിടുന്ന് കറക്റ്റ് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഇന്നലെയൊക്കെ പെരുമഴയായിരുന്നു. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് മഴയൊക്കെ മാറ്റി വെച്ചിട്ട് അടിപൊളി ഒരു ക്ലൈമറ്റാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ പൊളിക്കും. നമുക്ക് വേഗം അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വിഴിഞ്ഞത്തേക്കാണ് പോകാനുള്ളത്. വിഴിഞ്ഞത്തേക്ക്. പക്ഷേ വിഴിഞ്ഞത്തേക്കുള്ള ബസ്സാണ് നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് നിൽക്കുന്നത്. അതിൽ കയറി പോയാലോ? ഇവിടുന്ന് 29 കിലോമീറ്റർ ഒറ്റ ഉണ്ട് അങ്ങോട്ടേ പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് അത് എന്തായാലും നടന്നു പോകാൻ പറ്റൂല. നമുക്ക് എന്താണേലും ബസ്സോ കാര്യങ്ങളെന്തോ വിളിക്കണം. ഒരു അമ്പലം ബസ് വിളിക്കണം. ബസ് കയറണം. അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോകാമല്ലോ. അവിടെ നമ്മൾ ദ്വീപ് എന്ന സ്ഥലമാണ്. വിഴിഞ്ഞം എവിടെ ഏതാ സ്പോട്ട് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വിഴിഞ്ഞത്താകെ ഒരു സ്പോട്ടേ ഉള്ളൂ അടിപൊളി. നമുക്ക് അവിടെയാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ നമ്മൾ എത്തി. 500 മീറ്റർ കൂടി നമ്മൾ നടന്നു പോകുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ക്ലീനാണ്. ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീന്. ഫുട്പാത്ത് കൂടി ക്ലീനാണെന്നറിയോ. അതുമല്ല ഇവിടുത്തെ ടൗൺ ഫുള്ള് ക്ലീനാണ്. രാവിലെ ഒന്ന് ക്ലീനാക്കിയതാണെന്ന് തോന്നുന്നു. അതെല്ലാം അടിപൊളിയാണ്. നടന്ന് വരുമ്പോൾ നമ്മളൊരു അമ്പലം കണ്ട്. ഇത് ഓം മഹാഗണപതിയെ ക്ഷേത്രം, മഹാഗണപതിൻ്റെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ആണ് മഹാഗണപതി തോന്നുന്നതെന്നല്ല, മഹാഗണപതിൻ്റെ ക്ഷേത്രമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഫോൺ അലോഡാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ജസ്റ്റ് കയറി നോക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ ബോയ്സ്, നമ്മൾ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡല്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, ക്യാമറ എടുക്കരുത്. നമ്മൾ പറഞ്ഞാൽ തന്നെ ഗണപതിൻ്റെ അമ്പലമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ട് അതേപോലെ തന്നെ ഇറങ്ങി. ഓക്കെ, നമുക്കിത് ഇനിയും പോകണം തോന്നുന്നു. 500 മീറ്ററും കൂടി. അവിടുന്ന് 500 മീറ്റർ, ഇവിടുന്ന് 500 മീറ്റർ. എടാ, ഇത് ഒരുപാട് സസ്പെൻസ് ഇല്ലാത്ത പോലെ ആയിപ്പോയി. ഞാനെന്താന്നറിയാം, ഞാൻ മാപ്പിൽ ഇങ്ങനെ നോക്കി വരികയായിരുന്നു. നമ്മൾ ഇതിൻ്റെ ബേക്കിൽ കാണുന്ന കവാടം ഉണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ കവാടത്തു നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് വന്നപ്പോൾ കണ്ടില്ലേ ബേക്കിൽ കാണേണ്ടതിൻ്റെ. ഞാൻ എത്തിപ്പോയി പെട്ടെന്ന്. നമുക്കിനി മുന്നോട്ടേക്ക് നടക്കാം. ഏതായാലും നമ്മൾ സ്ഥലത്തെത്തി. പിന്നെ നമുക്ക് ഇവിടുന്ന് മുന്നോട്ടേക്ക് നടക്കാം. ഫസ്റ്റ് കവാടം നമ്മൾ കണ്ടു. യെസ്. ഓ ഗായ്സ്, ഞാൻ ഇതുവരെ ഉള്ളിൽ കയറിയില്ല. ഉള്ളിൽ കയറുന്നതിനെക്കാട്ടിയുള്ള ഭംഗിയാണിതാ. കാണിച്ചെങ്കിൽ പുറത്തുനിന്ന് അതിൻ്റെ റിഫ്ലക്ഷന് ഈ വെള്ളത്തിലടിച്ചിട്ടേ ഒരു രക്ഷയല്ല കാണാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ നല്ല ക്ലിയർ ആകാശം, ക്ലിയർ സ്കൈ, നല്ല ബ്ലൂവിൽ നിൽക്കുക. അതിലിതാ ഇതൊരു സാധനം കൂടി കണ്ടാൽ വേറെ എന്ത് വേണം നമുക്ക്. ഒന്നേന് മുതലായില്ലേ. കുളത്തിലെ വെള്ളം, മീനുണ്ടോ, മീനും പ്രാവും എല്ലാം ഉണ്ട് അവിടെ. പ്രത്യേക ഒരു ആംബിയൻസ്, ഒരു രക്ഷയില്ലാത്ത ആകാശം ക്ലിയർ സ്കൈയാണ്.
ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് അത് മാത്രമല്ല ഇവിടെ നമുക്ക് വേറെ കുറച്ച് അമ്പലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇതിൽ നമുക്ക് നടന്നു പോവാം. ഞാൻ ഇതുവരെ എൻ്റെ ഉള്ളിൽ കയറി, നമുക്ക് ജസ്റ്റ് എൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. എന്തായാലും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റൂല. ഓക്കെ, ഇത്രയും നേരം ഞാൻ തൊള്ളട്ടിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ, വീഡിയോ റെക്കോർഡല്ലേ ഇനി. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ വെറുതെ ഇതിലേക്ക് നോക്കുമ്പോഴാണ് എന്ത് റെക്കോർഡല്ലല്ലോ. എന്താ ചെയ്യുക, എന്തൊക്കെയാണ് ഫസ്റ്റ് ഇട്ടൊന്നുകൂടി പറയണ്ടേ. നിങ്ങൾക്ക് നിങ്ങളെ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫോണ് അലോഡല്ലല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും പോയി നോക്കട്ടെ എന്താ സ്ഥിതിയിൽ. ചുരുക്കി ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു മറന്നു എന്താ പറഞ്ഞത്. പിന്നെ അത്രേ ഉള്ളൂ, കാര്യപ്പെട്ട കാര്യം അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഫോണ് അലോഡല്ല എന്നാണ് ഞാൻ അറിയുന്നൊരു കാര്യം. ഇപ്പോൾ അഥവാ അലോഡാണ് നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എടുക്കും. ഓക്കെ, പിന്നെ ഇതിലെങ്ങനെ പോയിട്ടൊരു ഇതിലും വേറൊരു പ്ലേസ് ഉണ്ട്. എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു നോക്കാം കുറച്ച് പേര്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല പിന്നെ നമുക്ക് ഇന്ന് വേറൊരു സ്ഥലത്ത് പോകാണ്ട് നമ്മൾ മെയിനായിട്ടുള്ളൊരു വേറൊരു സ്ഥലം നമുക്ക് ഇവിടെ കയറിയിട്ട് വേണം, ഇവിടെ വേഗം കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. അവിടെ തീപാറു സ്ഥലം അവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലം അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കണം. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഇതിൻ്റെ ബേക്കിലും ഈ സൈഡിൽ കൂടി ഫുള്ള് അമ്പലങ്ങളും കാര്യങ്ങളും പ്രത്യേക ഒരു സ്ട്രീറ്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, രണ്ട് സ്ഥലം ചെറിയ റോഡ്, കുറേ വീടുകളും കുറേ പ്രതിമകളൊക്കെ ആയിട്ട് പ്രത്യേക ഒരു ആംബിയൻസിലാണ് സെറ്റുള്ളത്. അതുകൊണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കയറുന്നല്ലോ ഇവിടെ വന്നിട്ട്. ഇവിടെ വാതിക്കല്ല് വന്നിട്ട് തന്നെ എങ്ങനെ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയാലോ, ചിലപ്പോൾ ഒന്നും ഉള്ളിൽ കയറിയാൽ ഇതിനെക്കാട്ടി മേലേക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം, ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കട്ടെ. ഓക്കെ, എന്നാൽ നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. അഥവാ ഇനിയിപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കവാടത്തിൻ്റെ മുന്നിൽ വരെ എത്തി. അവിടെ ഫുള്ള് പട്ടാളോ പോലീസും ഒക്കെയാണ്. പട്ടാളം പോലീസൊക്കെയാണ് ഫുള്ള് ചെക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളോട്ടായിരിക്കും. ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും ഒറ്റപാടൊക്കെയാണ്. അപ്പോൾ ഫോണും കാര്യങ്ങളും ഫോണ് പോയിട്ട് ഒരു ഇത് പോലും ഇട്ട് പോകാൻ അതിൻ്റെ ഉള്ളിലോട്ട് പറ്റൂല, ഒക്കെ പോലെ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോണും ഇതും ഇവിടെ ലോക്കറിലെന്തോ വെക്കണം. ലോക്കറിൽ വെക്കണം, ഫോണ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എന്നാ ഒരു ഐഡിയ കിട്ടില്ല. നമുക്ക് ഫോണ് കേസായിട്ട് കൊണ്ടുപോയേക്കാം. പിടിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ പോവാം. എന്തായാലും ഫോൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ വെടി വെച്ചിട്ട് ഒരു ഉറപ്പാണ്. അത്രയ്ക്ക് വെൽ സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ ഇവിടെ. പക്ഷെ ഇവിടെ നമ്മളോട് ഇവിടെ ഒന്ന് ഇരിക്കുന്നതിന് ഇവിടം വരെ ഓക്കെ. ഇതാ കവാടത്തിന് ഇവിടം വരെ നമ്മൾ ഇഷ്ടമുള്ള കളി കളിക്കും. നമ്മൾ വ്ലോഗെടുക്കുക, റീലെടുക്കുക. പിന്നെ റീലൊക്കെ എടുക്കുമ്പോൾ ലേശം ഓവറാവേതെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാം ഇവിടുന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അന്ന് നടക്കില്ല. ഭയങ്കര സെക്യൂരിറ്റി. എന്താ M4A1 പിടിച്ചിട്ട് അണ്ടർവോൾട്ടാരൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ അവനെ കയ്യിൽ എന്താന്ന് കണ്ടോ? നമുക്ക് ഏതായാലും ഇന്ന് ഉള്ളിൽ കയറണം. നമുക്ക് വന്നല്ലേ, ഞാൻ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊന്ന് ഞാൻ നോക്കിയിട്ട് വരാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്. കാണാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ചെറിയ പണിയല്ല, വലിയൊരു പണി കിട്ടി. നമ്മൾ ഈ പാൻറ്റും കുപ്പായം ഒന്നും ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി നിൽക്കിയത് മനസ്സില്ല. ഞാനതാ നോക്കുമ്പോഴേ ഇന്നെ മാത്രം എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. ഞാൻ നല്ല പാൻറ്റും മറ്റേ ജീൻസ് ഷർട്ടൊക്കെ ഇട്ട് വന്ന് ഇവിടെ ഇപ്പോൾ ആ തണ്ടർവോൾട്ടാരൻ പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഈ നമുക്ക് മുണ്ടും പിന്നെ എന്താ ഒരു തോർത്തും മാത്രമേ പറ്റൂന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കയറാൻ. അപ്പോൾ പിന്നെ ഈ സ്മാർട്ട് വാച്ച് കാര്യങ്ങളൊന്നും പറ്റില്ല. എല്ലാം ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് ആ സാധനം വാങ്ങി കെട്ടിയിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആലോചിച്ച് നമുക്ക് പിന്നെ ഒറ്റ മൈൻഡാണല്ലോ. എനിക്ക് കയറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനിപ്പം കയറും. ഒന്ന് ആലോചിക്കട്ടെ. അതിന് ആലോചിക്കാൻ മീൻസ് എനിക്ക് ആലോചിക്കാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഞാൻ എവിടെയും കാണുന്നില്ല. ഗൂഗിൾ പേ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ സാധനം ഇല്ലാണ്ട് പോലെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ലല്ലോ. നമുക്ക് ഏതായാലും അപ്പോൾ അവിടെ പോയി നോക്കാം. നമുക്ക് എന്താ സ്ഥിതി നോക്കാം. അവിടെ ഷൂ ഒക്കെ അയച്ചു വെച്ചേനി. അപ്പോൾ അവിടെ പോയി ചോദിച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ അല്ലേ ആരെങ്കിലും കയ്യിൽ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ തരുമെന്നൊക്കെ ചോദിച്ചിട്ടേ ഒന്ന് സെറ്റാക്കാം. ഓ ഗൈസ് ഒന്നും നോക്കിയില്ല, ഒരു മുണ്ട് കണ്ടില്ലേ, ഒരു മുണ്ടും മേൽമുണ്ടും വന്നു. ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല. നമ്മളിവിടെ വരെ വന്ന സ്ഥിതിക്ക് അപ്പോൾ എന്താണ് നമുക്ക് കണ്ടിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓ ഗായ്സ് നമ്മളങ്ങനെ കയറി ഇറങ്ങി. എന്താ പറയാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു വൈബ്. എനിക്ക് ഒറ്റൊരു വാക്കിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വാക്ക് ഇതുവരെ കണ്ടുപിടിച്ചില്ല. അങ്ങനത്തെ ഒരു ഫീലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഒരു കടലിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ട്, എങ്ങനെ ഉണ്ടാവും? അതേപോലെ ഫുള്ള് മണൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് മണൽ. അതും കൂടാണ്ട് ഇന്നലെ മഴയും കൂടി പെയ്തല്ലോ. ഇന്നലെ മഴയും കൂടി പെയ്തപ്പോൾ കറക്റ്റ് നമ്മൾ ഈ കടലൊക്കെ ഉൾവലിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഒരു പ്രതിഭാസം പോലെ ഉണ്ടാവൂലേ, ഈ ചിപ്പികളൊക്കെ മുകളോട്ട് ഇങ്ങനെ പൊന്തി കിടക്കും. അതേപോലൊരു ഫീല് മോനെ, ഒരു രക്ഷയില്ല. ലൈഫിൽ ഒരു വട്ടെങ്കിലും നമ്മൾ മലയാളികൾ ഇങ്ങോട്ട് വന്ന് കാണേണ്ട ഒരു സാധനം തന്നെയാണ് ഇത്. അതേപോലെ തന്നെയാണ് 4 ചെക്കിങ്ങിൻ്റെ കൂടെ ഞാൻ കടന്നു പോയത്. ഒരു സാധനം പോലെ, ഒരു ചെറിയ മൊട്ടുസൂചി പോലെ നമ്മളെ കയ്യിലുണ്ട് പോലും കണ്ടുപിടിക്കും. 4 പ്രാവശ്യം. മെയിനായിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹം കാണാനല്ല, ഒക്കെ കാട്ടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സാധനം കാണാനാണ്. കൊത്തുപണി എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലൊരു സ്ഥലം. നമ്മളതിനൊക്കെ ഫുള്ള് നിശബ്ദത. കുറേ ആൾക്കാർ അപ്പുറത്തെ രാമായണം അങ്ങനെ എന്തോ ഒരു സാധനം വായിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ അപ്പുറത്തിന് വേറെന്തോ ധ്യാനം ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ ഇങ്ങനെ നടന്നു പോകേണ്ടി. പക്ഷെ ഇന്നൊരു അവിടുള്ളൊരു അമ്മാമ്മ സഹായിച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കയറി പോകുമ്പോൾ തന്നെ ഫുള്ള് ആൾക്കാർ, ഫ്രണ്ട് ഗേറ്റിൽ ഫുള്ള് ആൾക്കാർ. അപ്പോൾ എന്നോട് തന്നെ വെസ്റ്റേൺ ഗേറ്റ് കൂടി പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതിലൊക്കെ കറങ്ങിയിട്ട് വിഗ്രഹം കാണുമ്പോൾ സമയം കുറേ ആവും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കൂടി ഒന്ന് കറങ്ങി എന്തൊക്കെയാണുള്ളതെന്നൊക്കെ. ഞാൻ അതിനാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി. വിഗ്രഹം കാണാനല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികളും പഴയ കാലത്തുള്ള കുറേ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കയറി. അപ്പോൾ അമ്മ പറഞ്ഞ്, അപ്പം ഞാൻ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് നടന്നപ്പോൾ അമ്മ പറഞ്ഞ് ഇങ്ങോട്ട് ഇവിടെ നിന്നോന്ന് പറഞ്ഞു, എൻ്റെ മുന്നിൽ നിന്നോന്ന് പറഞ്ഞു. അമ്മാമ്മ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനിപ്പോഴും ആ ബ്ലോക്കിൻ്റെ ബ്ലോക്കിൻ്റെ ആൾക്കാരുടെ ഇടയിൽ വെട്ടുപോയനെ. ഞങ്ങളത് അമ്മമ്മ ഫ്രണ്ടിലാണ് എന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയത്. ഞാൻ പറഞ്ഞേ ഞാൻ കാണണമെന്നൊക്കെ ഇല്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് കുറേ ചരിത്രപരമായിട്ട് എന്തൊക്കെയോ അമ്മമ്മയും പറഞ്ഞു. ഞാൻ കുറേ കാണുമെന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് മറന്നുപോയി. ഞാൻ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മമ്മേനോട് പറഞ്ഞു ഞാനിങ്ങനെ ചെറിയ ബ്ലോഗറൊക്കെയാണ്, വെറുതെ തള്ളി വിട്ട് ഒരു 10-50 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പം എന്നോട് ചോദിച്ചാൽ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇങ്ങനെ കോഴിക്കോട് നിന്ന് വരികയാണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മമ്മേൻ്റെ പേര് എന്തോ ഒരു പേര്, നല്ലൊരു പേര്. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നല്ലോണം മറവി കൂടിയുണ്ട്. അതിൽ പിന്നെ അമ്മമ്മ ആ വൈക്കും പോയി. ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് അമ്മമ്മേനോട് ബായ് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്കും വന്നു. സംഭവം സെറ്റാണ്. അത് മാത്രമല്ലാണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളീ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു വിശ്വാസത്തോടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോ ഒരാളും അതിൻ്റെ ഉള്ളിൽ നിരുത്സാഹപ്പെടുത്തില്ല. എന്താ വെച്ചാൽ ഓൾക്ക് വേണ്ടിയ വെള്ളമൊക്കെ നമ്മൾ എടുത്തേ കൊണ്ടുതരും അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ. പിന്നെ ഫുള്ള് ഫാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേർത്ത് കുളിക്കേ ഇല്ല. അതും ആ ഫാനിൻ്റെ കാറ്റും അതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസും ഒക്കെ കൂടി ഒരു രക്ഷയല്ല. നമുക്ക് പിന്നെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വേണേൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് കുത്തിരിക്കാൻ പറ്റുന്നത്, കല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സെറ്റപ്പ്, നല്ല തണുപ്പുള്ള സ്ഥലം. അവിടെ വേണം നമുക്ക് ഇരിക്കുക, അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒക്കെ നോക്കി ഇങ്ങോട്ട് നാച്ചിൽ ഇറങ്ങി പോകുന്നത്. പിന്നെ ഇതിൽ വിറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിവിടെ സ്പെഷ്യൽ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 500 ഉറുപ്പ്യാണ് ഒരു ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഉപയോഗമേ ഉള്ളൂ. ഒരു ഉപയോഗമുണ്ട്, ബാക്കി ഫുള്ള് വിൽക്ക് നഷ്ടമാണ് ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറങ്ങി ഒരു അമ്പലമാണല്ലോ, ഒരു സർക്കിൾ പോലത്തെ ഒരു അമ്പലം, നമുക്കിങ്ങനെ കറങ്ങി വരാം. ആ വരി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ കറങ്ങി വരണോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഇതിൽ കാണാനുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ള ഫുള്ള് കൊത്തുപണികളും കാര്യങ്ങളും അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇവിടെ എഴുതിയും അല്ലാണ്ട് ഫോട്ടോ ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. കുറേ ചെറിയ നമ്മളെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ കാണാനാണല്ലോ വരുന്നത്. വിഗ്രഹം നമ്മൾ പിന്നെ ഫോട്ടോയിലും കാണാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കിട്ടൂല. നമ്മൾ ഗൂഗിൾ തപ്പിയിട്ടോ കാര്യം എവിടെ തപ്പിയിട്ടോ ഒരു കാര്യമല്ല, അതിലൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടൂല. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. ഈ 500 ഉറുപ്പ്യൻ്റെ ടിക്കറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എടുത്താൽ നിങ്ങൾ നഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് വേണം പോകുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് അവിടെ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് എത്തും. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ കാണുന്നത് എങ്ങനെയാണെന്നറിയോ,
ഞങ്ങൾ പോലും ഒരുമിച്ച് നിന്നാണ് അത് കാണുക. 500 റുപ്യേൻ്റെ ടിക്കറ്റ് എടുത്തവരും ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെ വന്നവരും ഞങ്ങൾ ഒരുമിച്ചാണ് ആ വിഗ്രഹം കണ്ട് തൊഴുന്നവർക്ക് തൊഴാം. നമുക്ക് പിന്നെ നമ്മൾ എന്തേ പറയാനുള്ളതൊക്കെ പറയാം, ഒക്കെ വളരെ ഇഷ്ടം അങ്ങനെ ചെയ്യുന്നത്. അതിൽ ഫുള്ള് കിട്ടിയിട്ട് ലാഭം ഫുള്ള് ഞങ്ങൾക്ക് പോവാം. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് മൈൻഡ് ഫുള്ള് റിഫ്രഷ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഇവര് ഓടിപ്പാഞ്ഞ് വന്ന് മറ്റേ വരിക്കൂരി കയറി മൊത്തം വരിക്കൂരി കയറി അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് അതിന് കാര്യമില്ലല്ലോ. അപ്പോൾ 500 റുപ്യേൻ്റെ ടിക്കറ്റ് ഇവിടെ ഉണ്ട്, സ്പെഷ്യൽ ടിക്കറ്റൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ എടുക്കുന്ന ഒരു നഷ്ടമാണ്. നമുക്ക് അതിൻ്റെ ഉള്ളത്തെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. നമ്മളപ്പോൾ ഇവിടുന്ന് അങ്ങനെ യാത്ര പറയുകയാണ്, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 ആയിട്ടേ ഉള്ളൂ. നമുക്കൊരു ടീ ബ്രേക്കാണ്, അരമണിക്കൂർ നമ്മൾ ടീ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടണം. ബസ് എവിടെയാണ് നിർത്താമെന്ന് എനിക്കറിയില്ല. നമ്മളാരോടെങ്കിലും ചോദിച്ച് ഇങ്ങനെ പോവാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ട്. ആ ഒരു സമാധാനം. നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ഇത് വന്നാലും ഇത് ഗൂഗിൾ പേയിൽ വാങ്ങിയാണ്. പിന്നെ ബാഗ്, ഫോൺ, സാധനങ്ങളൊക്കെ വെക്കാൻ ഗൂഗിൾ പേ ഉണ്ട് ഇവിടെ. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ പോയി കഴിഞ്ഞ് കുടുങ്ങിപ്പോയി, ഞാൻ ഓടിയിനി. പിന്നെ ഇവിടെ ATM ഉണ്ട്, പുറത്തന്നെ ATM ഉണ്ട്, അവിടെ തന്നെ പൈസ എടുക്കുക. പിന്നെ ആൾക്കാരൊക്കെ സെറ്റാണ്, ഒരു ഇതുമില്ല. പിന്നെ മലയാളികൾ കുറവാണ് അതിൻ്റെ ഉള്ളിൽ. ഫുള്ള് ഇപ്പോൾ ശബരിമല സീസണായിട്ട് കുറേ സ്വാമിമാരും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മലയാളികൾ കുറവാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കോസ്റ്റ്യൂം. ഇതില്ലാണ്ട് ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ പോലീസുകാരും പട്ടാളക്കാരൊക്കെ അതിലങ്ങനെ നടക്കുന്നുണ്ട്. ഓല് വരെ ഈ ഷർട്ടും, പക്ഷേ ഷർട്ടും ഈ മുണ്ടും, ഈ 2 മുണ്ട്, ഒന്ന് മുകളിലും ഒന്ന് ഉടുക്കാനും ഒന്ന് പുറത്തിടാനുമായിട്ട് 2 മുണ്ടാണുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പണിയെടുക്കുന്ന അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്, കൊത്തുപണികൾ. ഓല് വരെ ഇതിട്ടിട്ടായിരുന്നു. പ്രത്യേക ഒരു ആംബിയൻസാണ് മോനെ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് കടലിൻ്റെ ഉള്ളിൽ അമ്പലം തന്നെ, കടലിൻ്റെ ഉള്ളിലെ അമ്പലം. നമ്മളങ്ങനെയാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്, കടലിൻ്റെ ഉള്ളിൽ അമ്പലം. ഒരു രസമില്ല, ഫുള്ളും മണൽ. പ്രത്യേക ആംബിയൻസ്. ഫോട്ടോ ക്യാമറ ഒന്നും ഉപയോഗിക്കാത്തതിൻ്റെ ഗുണമാണത്. എല്ലേ ഫുള്ള് അലമ്പായനെ. ഇത് ഞങ്ങളൊന്ന് കാണേണ്ട മസ്റ്റ് ട്രൈ പ്ലേസ് ആട്ടോ അത്. എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. നമുക്ക് നൈസിൽ പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് നമ്മൾ അടുത്തൊരു കിട്ടിയപാറ് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കും. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. നമ്മൾ ഈ റോഡിനൊന്ന് പോയി നോക്കാം, എന്താണെന്നറിയില്ല. നമുക്ക് ആ റോഡിന് പോയിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. നമുക്ക് അതിന് പിന്നെ ആദ്യം ബസ് തപ്പണം. ബസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? കുറേ പണി ഉണ്ടെന്ന്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇതാണ് കവാടം. അപ്പോൾ എല്ലാവരും കവാടത്തിൽ നിന്ന് വരുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷനോടെ വരിക. എന്താണെന്നറിയാം, എനിക്കറിയില്ലായിരുന്നു ഇതാണ് കവാടം, ഇത് കഴിഞ്ഞിട്ടാണുള്ളത്. ഞാൻ എന്തോ ഇതിലേ ഇങ്ങനെ മാപ്പ് നോക്കി വരികയാണല്ലോ. ഞാനിങ്ങനെ മാപ്പ് നോക്കി തിരിയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മാപ്പ് നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ തിരിഞ്ഞ് വെറുതെ ഒന്ന് മുന്നോട്ട് നോക്കുമ്പോൾ അണ്ണ എന്താ ചെയ്യേണ്ടതെന്ന് നയിപ്പി. നമ്മളെ മൈൻഡ് ഒന്നും ഉണ്ടാവില്ല. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കണമെന്ന്. അത് കിട്ടിയില്ല. കുഴപ്പമില്ല, എന്തായാലും നൈസായിരുന്നു. എനിക്ക് ഭയങ്കര ലൈക്കായി ഈ സ്ഥലം. ബസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിച്ചു. നമ്മൾ അവരുടെ ആളോട് ചോദിച്ചു എവിടെയാണ് ബസ് നിൽക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞ് ഈ ബ്രിഡ്ജിൻ്റെ താഴത്ത് അവരുടെ ബ്രിഡ്ജാണ് നേരെ മുന്നിൽ. ആ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് വിഴിഞ്ഞം പോകുന്ന ബസ്, വിഴിഞ്ഞം എന്തോ ഒരു പേര് പറഞ്ഞു. നമ്മൾ അവിടെ പോയി ചോദിക്കാമല്ലോ. അപ്പോൾ അവിടേക്ക് പോകുന്ന ബസ്സാണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തോണ്ടോ ആണേൽ. അപ്പോൾ നമുക്ക് നേരിട്ട് എന്തായാലും ആട്ടിൽ പോയി നോക്കി. ഇങ്ങോട്ടാണ്, ഈ സൈഡല്ല, അപ്പുറത്തെ സൈഡാണ്. അതിലെ പോവാം, അപ്പുറത്തെ സൈഡ് പോയി നോക്കട്ടെ. പിന്നെ മെല്ലെ പോയാൽ മതി. സമയം എന്തോരോ ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സമയങ്ങളാണ് മുന്നിലുള്ളത്. ഞാൻ കറക്റ്റ് വന്ന് നിൽക്കലും സിഗ്നലും വീണ്. ഇനിയിപ്പോൾ ഇത് കഴിയാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. വാട്ട് ബ്രോ, നമുക്ക് എല്ലാം കൊണ്ട് നമ്മളൊന്ന് ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറക്റ്റ് ബസ് കിട്ടും. നമ്മളിത് കറക്റ്റ് ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത്. അതല്ല, ആ ബസ്സിൽ ഗൂഗിൾ പേ ഉണ്ട്. ഞാനെല്ലാം ചോദിച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനൊന്നും പേടിക്കാനില്ല. കേരള സാർ, കേരളത്തിലെന്നാൽ നമുക്കിനൊന്നും പേടിക്കാനില്ല. ഫുള്ള് നമ്മളെ കയ്യിലാണ്. നമ്മളങ്ങനെ ബസ് കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 29 കിലോമീറ്റർ ഉണ്ട് കറക്റ്റ്. ഈ ബസ് തന്നെയാണെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ എത്തിയിട്ടപ്പം കാണാം. നമ്മളിതുവരെ ചായ കുടിച്ചില്ല, ചായ അടിക്കാനുള്ളത് നേരം കിട്ടില്ല. നമ്മൾ അവിടെ എത്തിയിട്ടല്ല ഫുഡ് അടിക്കാം. അതുപോലെ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോകുന്നതല്ലേ.
ചിക്കൻ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെയാണ് വീട്ടുകാർ പറയില്ല. പക്ഷേ ഞാൻ വലിയ മൈൻഡൊക്കെ അല്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഏതായാലും പോകുമ്പോൾ വൃത്തി തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നാൽ ബീഫും പൊറോട്ടയല്ലാണ്ട് ഞാനൊന്നും അടിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചതാണ്. വിശപ്പൊക്കെ ഇങ്ങനെ അടക്കി വെച്ചതാണ്. നല്ലൊരു പിടുത്തം പിടിക്കാമല്ലോ. ഇന്നൊക്കെ ഒരു പൊടി